നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ടോപ്പ് 20 കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷനാണ്. 2023-24 വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സ്വർവേദ് മഹാമന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇവിടെ രണ്ട് ചോദ്യങ്ങൾ പഠിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രത്തിന്റെ പേരെന്താണ്? സ്വർവേദ് മഹാമന്ദിർ എന്നതാണ്. അത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി എവിടെ? വാരണാസിയിലാണ് ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സ്വർവേദ് മഹാമന്ദിർ ഉദ്ഘാടനം ചെയ്തത്. വാരണാസിയിലാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? സാധ്യതയുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏതായിരുന്നു? ആദിത്യ L1 പേടകം ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ്. അപ്പോൾ ഭൂമിയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6-നാണ്. 2024 ജനുവരി 6 പുറപ്പെട്ടതിന്റെ ഏകദേശം 127ാമത്തെ ദിവസം. അപ്പോൾ ഈ പേടകം പുറപ്പെട്ടതിന്റെ 127ാം ദിവസമാണ് ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിച്ചേർന്നത്. ആദിത്യ L1 പേടകം വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ചു. 5 വർഷക്കാലമായിരിക്കും ആദിത്യ സൂര്യനെ നിരീക്ഷിച്ച് പഠനം നടത്തുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. അതിൽ 100-ൽ 1 ഭാഗം മാത്രമാണ് ഏത് പേടകം സഞ്ചരിച്ചത്. 15 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആദിത്യ L1 100-ൽ 1 ഭാഗം മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം: ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തിയത് ഏത് രാജ്യക്കാരാണ്? ജപ്പാനാണ് ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തിയത്. ജപ്പാൻ. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ച് പഠിക്കാനുള്ള ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്ത്? ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ച് പഠിക്കാനുള്ള ബഹിരാകാശ ദൗത്യമാണ് യൂക്ലിഡ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുന്നതിന് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പരിപാടിയുടെ പേരെന്താണ്? മിഷൻ റെയിൻബോ എന്നതാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുന്നതിന് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പരിപാടി മിഷൻ റെയിൻബോ. അടുത്ത ചോദ്യം: യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ഇമ്പോർട്ടന്റ് ചോദ്യം. കോഴിക്കോടാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. 2023 കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 3-ൽ ഉൾപ്പെടുത്തിയ ചെടി ഏത്? ഇമ്പോർട്ടന്റ് ചോദ്യം. നീലക്കുറിഞ്ഞിയെയാണ് 2023 കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 3-ൽ ഉൾപ്പെടുത്തിയത്. നീലക്കുറിഞ്ഞി. ചന്ദ്രയാൻ 3-ൽ ചന്ദ്രന്റെ താപനിലയെക്കുറിച്ച് പഠിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന പേലോഡിന്റെ പേരെന്ത്? ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്. ഇതിനെ ഷോർട്ട് ഫോം ആയിട്ട് ചസ്തേ എന്ന് പറയും. ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് ചന്ദ്രയാൻ 3-ൽ ചന്ദ്രന്റെ താപനിലയെക്കുറിച്ച് പഠിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന പേലോഡാണ്. 2024 ഓസ്കാർ പുരസ്കാരത്തിനായി ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ചിത്രമാണ് ടു കിൽ എ ടൈഗർ. ഇമ്പോർട്ടന്റ് ചോദ്യം. 2024 ഓസ്കാർ പുരസ്കാരത്തിനായി ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ചിത്രം ഏതാണ്? ടു കിൽ എ ടൈഗർ. ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന 5ാമത്തെ രാജ്യം ഏതാണ്? ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. അടുത്തിടെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏത്? പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. കൊട്ടാരക്കര നഗരസഭ. അടുത്തിടെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏതാ? കൊട്ടാരക്കര നഗരസഭയാണ്. ISROയുടെ
പോയം 3 എന്നാൽ എന്ത്? സ്പേസ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് പോയം 3. സ്പേസ് പ്ലാറ്റ്ഫോം ആണെന്ന് ഓർക്കുക. പോയം 3. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച ഇതിഹാസ ഫുട്ബോൾ താരം ബെക്കൻ ബോബർ ഏത് രാജ്യക്കാരനായിരുന്നു? ജർമ്മനിയാണ്. ബെക്കൻ ബോബർ ജർമ്മനിക്കാരനായിരുന്നു എന്ന് ഓർക്കുക. ജർമ്മനി. ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി രാജസ്ഥാനിൽ 2024 ജനുവരിയിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? ഡെസേർട്ട് സൈക്ലോൺ ഇന്ത്യയും UAEയും ചേർന്ന് 2024 ജനുവരിയിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ്. ഡെസേർട്ട് സൈക്ലോൺ ഏതൊക്കെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ, UAE. ഇന്ത്യ, UAE. ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായി പ്രജാപാലന പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ് പ്രജാപാലന പരിപാടി ആരംഭിച്ചത്. പ്രജാപാലന പരിപാടി തെലങ്കാന. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷം ഏറ്റവും ചൂടേറിയ വർഷമായത് 2023 2023. ഇത് 2024 കണക്ക് പ്രകാരമാണ്. ഇനിയിപ്പോൾ 2025 2024 കണക്ക് പ്രകാരം മാറുമായിരിക്കാം. അപ്പോൾ ഇപ്പോൾ 2023 ഏറ്റവും പുറത്തിറങ്ങിയ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂടേറിയ വർഷമായത്. അടുത്ത ചോദ്യം, നിപ്പ വൈറസിനെതിരെ ആദ്യത്തെ വാക്സിൻ പരീക്ഷണം നടത്തിയ സർവകലാശാല ഏതാണ്? നിപ്പ വൈറസിനെതിരെ ആദ്യത്തെ വാക്സിൻ പരീക്ഷണം നടത്തിയ സർവകലാശാലയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ യഥാർത്ഥ നാമം എന്ത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. NK ദേശം അന്തരിച്ചത് 2024 ഫെബ്രുവരി മാസമാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് N കുട്ടിക്കൃഷ്ണ പിള്ള. NK എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് N കുട്ടിക്കൃഷ്ണ പിള്ള. N കുട്ടിക്കൃഷ്ണ പിള്ള. അടുത്ത ചോദ്യം, വിലക്കയറ്റം തടയാനായി കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയ അരിയുടെ പേരെന്താ? ഭാരത് അരി. ഭാരത് അരി നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ്. വിലക്കയറ്റം തടയാനായി കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയ അരിയുടെ പേരാണ് ഭാരത് അരി. ഭാരത് അരി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സർവേദ് മഹാമന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വാരണാസിയിലാണ്. ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ബംഗളൂരുവിലാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6 ഓർക്കുക. ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തിയത് ഏത് രാജ്യക്കാരാണ്? ജപ്പാൻകാരാണ്. ജപ്പാൻകാരാണ്. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ച് പഠിക്കാനുള്ള ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് യൂക്ലിഡ്. യൂക്ലിഡ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുന്നതിന് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പരിപാടിയുടെ പേരാണ് മിഷൻ റെയിൻബോ. മിഷൻ റെയിൻബോ. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോട്. 2023 കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 3 ഉൾപ്പെടുത്തിയ ചെടിയാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ താപനിലയെക്കുറിച്ച് പഠിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന പേലോഡിന്റെ പേരാണ് ചസ്തേ. ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നതാണ് ഫുൾ ഫോം. 2024 ഓസ്കാർ പുരസ്കാരത്തിനായി ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ചിത്രമാണ് ടു കിൽ എ ടൈഗർ എന്നത്. ടു കിൽ എ ടൈഗർ. ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ജപ്പാനാണ്. അടുത്തിടെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ. കൊട്ടാരക്കര നഗരസഭ. ISROയുടെ പോയം 3 എന്നാൽ സ്പേസ് പ്ലാറ്റ്ഫോം ആണെന്ന് ഓർക്കുക. 2024 ജനുവരിയിൽ അന്തരിച്ച ഇതിഹാസ ഫുട്ബോൾ താരം ബെക്കൻ ബോബർ ജർമ്മനിക്കാരനാണ് എന്ന് ഓർക്കുക. ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി രാജസ്ഥാനിൽ 2024 ജനുവരിയിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? ഇന്ത്യയും UAEയുമാണെന്ന് ഓർക്കുക. ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായി പ്രജാപാലന പരിപാടി ആരംഭിച്ചത്, ഇമ്പോർട്ടന്റ് ചോദ്യം, തെലങ്കാനയാണെന്ന് ഓർക്കുക. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷം ഏറ്റവും ചൂടേറിയ വർഷം 2023 ഓർക്കുക. നിപ്പ വൈറസിനെതിരെ ആദ്യത്തെ വാക്സിൻ പരീക്ഷ നടത്തിയ സർവകലാശാല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ യഥാർത്ഥ നാമം N കുട്ടിക്കൃഷ്ണപിള്ള. വിലക്കയറ്റം തടയാനായി കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയ അരിയുടെ പേര് ഭാരത് അരി. ഓക്കെ, അപ്പൊ ടോപ്പ് 20 കറണ്ട് അഫയേഴ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക.
ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് 2024 എന്ന ഫോൾഡറിൽ ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.